560 കെന്റിലെ രാജാവായി സ്ഥാനാരോഹണം ചെയ്ത എഥൽബർട്ട് ഏതാർമെന്റിക്കിന്റെ മകനാണ്. സാക്സൺ വർഗത്തെ ബ്രിട്ടനിൽ കുടിയിരുത്തിയ ഹെങ്കിസ്റ്റിന്റെ 5ാമത്തെ പിൻഗാമിയുമാണ്. ഫ്രാങ്കുകളുടെ രാജാവായ ചാറിബർട്ടിന്റെ ഏകപുത്രിയായ ബെർത്തായെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. തന്നിമിത്തം അദ്ദേഹത്തിന്റെ ശക്തി അത്യധികം വർദ്ധിച്ചു. എഥൽബർട്ട് ഓഡിന്റെ ആരാധകനായിരുന്നു. ബെർത്ത ക്രിസ്ത്യാനിയും. രാജ്ഞിക്ക് കാന്റർബറിയിലെ വിശുദ്ധ മാർട്ടിന്റെ ദേവാലയം രാജാവ് വിട്ടുകൊടുത്തു. 597 ഇംഗ്ലണ്ടിന്റെ അപ്പസ്തോലനായ വിശുദ്ധ അഗസ്റ്റിൻ കെന്റിൽ വന്നിറങ്ങുകയും അതേ വർഷം ജൂൺ 21-ാം തീയതി പെന്തക്കോസ്താ തിരുനാൾ ദിവസം എഥൽബർട്ട് ജ്ഞാനസ്നാനപ്പെടുകയും ചെയ്തു. രാജാവിനെ അനുകരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 10,000 പേർ ജ്ഞാനസ്നാനപ്പെട്ട് കാന്റർബറി കത്തീഡ്രൽ അദ്ദേഹം നിർമ്മിച്ചു. ശിശുവായ ആംഗ്ലോ സാക്സൺ സഭയുടെ സംരക്ഷകനെ പോലെയാണ് എഥൽബർട്ട് വ്യാപരിച്ചത്. ഒരു വിജാതീയ ദേവാലയം വിശുദ്ധ പത്രോസിന്റെ പള്ളിയായി മാറ്റിയെങ്കിലും ഒരൊറ്റ വിജാതീയനെ പോലും ജ്ഞാനസ്നാനപ്പെടുവാൻ നിർബന്ധിച്ചില്ല. ക്രിസ്തു തന്റെ ഹൃദയത്തിലും പ്രജകളുടെ ഹൃദയങ്ങളിലും രാജാവായി വാഴണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. പ്രായശ്ചിത്തവും പ്രാർത്ഥനാ ചൈതന്യവും അദ്ദേഹത്തിൽ വെട്ടിത്തിളങ്ങിയിരുന്നു. ആത്മപരിത്യാഗവും അധ്വാനവും ജാഗരണവുമായിരുന്നു അവയുടെ നിദാനം. വിഗ്രഹാരാധന അദ്ദേഹം വിലക്കി. സ്വന്തം അരമന ആർച്ച് ബിഷപ്പിന് വിട്ടുകൊടുത്തു. പല പള്ളികളും സ്ഥാപിച്ചു. പൗരസ്ത്യ സാക്സന്മാരുടെ രാജാവ് സെബർട്ടിനെ അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തി. 56 കൊല്ലത്തെ വാരാഴ്ചയ്ക്ക് ശേഷം ഭൗമിക കിരീടം അദ്ദേഹം സ്വർഗീയ കിരീടമായി വച്ചുമാറി. വിജാതീയനായി ജനിച്ച എഥൽബർട്ട് രാജകീയ അധികാരത്തിന്റെ ഉടമയായിരുന്നിട്ടും വിശുദ്ധിയുടെ അഭ്യാസങ്ങൾ മുടക്കം കൂടാതെ നടത്തിക്കൊണ്ടിരുന്നു. അതിനാൽ അദ്ദേഹം പ്രസിദ്ധനായ ഒരു വിശുദ്ധനായി.